താങ്കളുടെ കഴിവ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതേപോലെ തന്നെയാണ് ഈ ട്രൂപ്പിലുള്ള ആൾക്കാർ. അതേപോലെയല്ല, അതിലപ്പുറമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആർട്ടിസ്റ്റുകളുടെ, നമ്മുടെ ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു കൂടെ നിൽക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഒരേ മാതിരി ഞങ്ങൾ ചിന്തിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ താങ്കൾ ഭാഗ്യവാനാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പേര് താങ്കളുടെ കൂടെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഒരു സംശയമല്ലേ. അതിൽ ആദ്യം മുതൽ ട്രൂപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഇന്നിവിടെ വന്നിട്ടുണ്ട്, മാമ എന്ന് നിങ്ങളെല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാതെ നിവൃത്തിയില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരിക്കൽ ജീവൻ രക്ഷിച്ചിട്ടുണ്ടല്ലോ എല്ലാ സിറ്റുവേഷൻ. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം. മാമയാണ് നമ്മുടെ നാരായണ ശരിക്കുള്ള പേര്. എൻ്റെ ആരംഭകാലം മുതൽ ട്രൂപ്പ് സെറ്റ് ചെയ്യുന്ന ആ കാലം മുതൽ മാമ എൻ്റെ കൂടെ ഉണ്ടല്ലേ. മാമ നമ്മുടെ ഇതിനകത്ത് കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളില്ല. അതായത് ഡ്രൈവിങ്, ലൈറ്റ് ഓപ്പറേറ്റിംഗ്, പിന്നെ കർട്ടൻ്റെ വർക്കുകൾ, സ്റ്റേജിൻ്റെ ബാക്കിലുള്ള സെറ്റിങ്സ് തുടങ്ങി എല്ലാ മേഖലയും മാമ കൈകാര്യം ചെയ്തു. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത് മാമയുടെ ഒരു എന്താ പറയുക, ഒരു മനസാന്നിധ്യത്തിൻ്റെ പേരിൽ തന്നെയാണ്. കാരണം കോഴിക്കോട് നമ്മൾ വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആക്ട് എന്ന് പറഞ്ഞ റൈറ്റ് നടത്തിയിരുന്നു. അന്ന് UK ചവാൻ അവിടെ കളക്ടറാണ്, ആര്യാട മുഹമ്മദ് അന്ന് ടൂറിസം മിനിസ്റ്ററാണ്. അപ്പോൾ അവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ പ്രോഗ്രാം നടത്തുന്നത് കോഴിക്കോട്. അത് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൊരു മരണത്തിന് മുഖാമുഖം നേരിട്ട് കണ്ട ഒരവസ്ഥയാണ്. അതിനകത്തുള്ള മാജിക് എന്ന് പറയുന്ന ഒരു വലിയ ക്രിസ്റ്റൽ, ഒരു ഗ്ലാസ് ബോക്സ്. ആ ബോക്സിനകത്ത് മജീഷ്യൻ ആദ്യം ഹാൻഡ് കഫ് വെച്ച് ഒരു പ്ലാസ്റ്റിക് സാക്കിനകത്ത് കെട്ടി ഇതിനകത്തേക്ക് ഇടും. എന്നിട്ട് ഇതിനകത്ത് വെള്ളം നിറയ്ക്കും. ഇതിനകത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അപ്പോൾ ഈ പ്ലാസ്റ്റിക് സാക്കിനകത്താവുന്നതുകൊണ്ട് ഷോക്ക് അടിക്കില്ല നമുക്ക്. ഇതിൻ്റെ മേളിലൊരു സ്പൈക്ക്, ഒരു 300 കിലോഗ്രാം വെയിറ്റുള്ളൊരു സ്പൈക്ക് തൂക്കി കിടക്കുന്നുണ്ടാവും. ഇത് ഒരു ക്ലോക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ആ ക്ലോക്ക് ഇങ്ങനെ 1 മിനിറ്റ് കറക്റ്റ് വർക്ക് ചെയ്ത് ആവുന്ന സമയത്ത് ഇത് താഴേക്ക് വീഴും, ഇത് വെള്ളത്തിലേക്ക് വീഴും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ രക്ഷപ്പെടണം. ഇതാണ് മാജിക്. അതിൻ്റെ സീക്രസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്തൊരു ചകിരിപ്പനം കൊണ്ട് മറയ്ക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഇലക്ട്രിസിറ്റി പുറത്തുനിന്ന് ആളുകൾ കട്ട് ചെയ്യും, നമ്മൾ ഓപ്പറേറ്റർ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ അരയിൽ കരുതിയിട്ടുള്ള കത്തി എടുത്തതിന് ശേഷം ഞാൻ ഇത് തുറക്കും, ഹാൻഡ് കഫ് അഴിക്കും, പൂട്ടുകൾ അഴിച്ചതിന് ശേഷം പുറത്തേക്ക് ചാടി എസ്കേപ്പ് ചെയ്യണം. അപ്പോൾ തീ വരും ഇതിനകത്ത്. അന്ന് ഷോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി ഒരുപാട് റിഹേഴ്സൽ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഷോ ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് ഇതിനകത്ത് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യേണ്ട ആൾ ഈ ആളുകളുടെ കൂട്ടവും എല്ലാം കൂടി കണ്ട് മറന്നുപോയി. അപ്പോൾ എനിക്കിങ്ങനെ പുറത്തുനിന്ന് അനൗൺസ്മെൻറ്റ് കേൾക്കാം, ഇങ്ങനെ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, 20 സെക്കൻഡായി, 30 സെക്കൻഡായി. അന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ദേവാനന്ദ് എന്ന് പറഞ്ഞ ആളെ അനൗൺസ് ചെയ്തത്, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ എനിക്കിങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിട്ടില്ല എന്നുള്ള അറിഞ്ഞു. കാരണം എനിക്ക് ബൾബ് സിഗ്നലുണ്ട്. അത് അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്ത് ഞാൻ ഇത് പ്ലാസ്റ്റിക് സാക്ക് കീറി കഴിഞ്ഞാൽ എനിക്ക് ഷോക്ക് അടിക്കും. 1 മിനിറ്റ് കഴിഞ്ഞാൽ ഈ കുന്തം വീഴുകയും ചെയ്യും. അപ്പോൾ ഞാൻ കറക്റ്റ് മരിച്ചു എന്ന് എഴുതി വെച്ചതാണ്. ഈ മാമ ആ ചകിരി പരമ്പ് ഇങ്ങനെ അടർത്തി നോക്കുമ്പോൾ ലൈറ്റ് കട്ട് ചെയ്തിട്ടില്ല. അതെങ്ങനെ കണ്ടു? പെട്ടെന്ന് അങ്ങനെ തോന്നി. അന്നൊരു അതേമാതിരി സംശയം തോന്നിയതാണ്. വെറുതെ ഒരു സംശയം തോന്നിയത് കൊണ്ട് അന്ന് അറിഞ്ഞു. മാമ ഉടനെ തന്നെ ആ വയർ അവിടെ നിന്ന് പോയിട്ട് വലിച്ചറുത്തിട്ടു, ഡിസ്കണക്ട് ചെയ്തു. കറക്റ്റ് സമയത്ത് അത് നിർത്തേണ്ട ആവശ്യമൊന്നും വന്നില്ല. 58-ാമത്തെ സെക്കൻഡിൽ ഞാൻ പുറത്തേക്ക് ചാടുക, 60-ാമത്തെ സെക്കൻഡിൽ സാധനം വലിച്ചു പൊട്ടിച്ചു. ഭയങ്കര ഒരു വല്ലാത്തൊരു, ശരിക്കും പറഞ്ഞാൽ എല്ലാ മാജിക്കിനേക്കാളും വലിയൊരു മാജിക് എന്നുള്ള രീതിയിൽ നമ്മളതിനെ ഇപ്പോഴും ശരിക്കും അതിൻ്റെ ഓർക്കുമ്പോഴേ, അന്നത്തെ ആ ഒരു കാര്യം ഓർക്കുന്ന സമയത്ത് ഞെട്ടിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ ഈ പറയുന്ന ഒരു അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എപ്പോഴെങ്കിലും ഈ മാജിക്ക് മതിയായി മടുത്തു എന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം നേരത്തെ ശ്രീകാന്തിനായിട്ട് സംസാരിച്ചപ്പോൾ ശ്രീകാന്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗോപി പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഇനി 6-7 കൊല്ലം കൂടി ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കൈ വിറക്കും. അല്ല, ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ് ആയിട്ട് മാജിക് ചെയ്യാൻ പറ്റുന്ന കാലത്തെ ഞാൻ മാജിക് പെർഫോം ചെയ്യുള്ളൂ, അത് ഷുവറാണ്. ഞാൻ ജാലവിദ്യാരംഗത്ത് നിൽക്കുന്ന സമയത്ത് ഇവൻ മാജിക്കിന് പറ്റിയ ആളല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നൊരു ഘട്ടം ഞാനായിട്ട് വരുത്തി വയ്ക്കില്ല എന്നുള്ളതാണ്. അത് നാട്ടുകാരറിയുന്നതിന് മുമ്പ് ഞാൻ അറിയും എന്നാണ് ഞാൻ പറയുന്നത്.
ഞാൻ അറിയുന്നൊരു ഘട്ടം വരുമ്പോൾ നാട്ടുകാരെ അറിയിക്കുന്നതിന് മുമ്പ് ഞാൻ നിർത്തും എന്നുള്ളത്. മാജിക്കിൻ്റെ രംഗത്ത് ഞാൻ പോവില്ല, അത് അവസാനം വരെ ഉണ്ടാവും. പക്ഷേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, പെർഫോം എന്ന് പറയുന്ന ആ ഒരു സാധനം. അല്ല, ഞാൻ പറഞ്ഞു തന്നത് ഗോപി തുറന്നു വിട്ട ഒരു പുതിയ വഴികളുണ്ട് മാജിക്കിൻ്റെ കാര്യത്തിലായാലും ശരി. ഇപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സന്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ മാജിക്കുമായിട്ട് കൂട്ടിയിണക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. തീർച്ചയായിട്ടും അതൊരു പുതിയ വഴി ഒരുപാട് തന്നെയാണ്. കാര്യങ്ങൾ ഇനി ചെയ്യാണ്ട്. ഇപ്പോൾ ഹൗദിനി മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ മാജിക്കിൻ്റെ രഹസ്യങ്ങളും അദ്ദേഹം എഴുതി വെച്ചു അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട്. സീക്രട്സ് ഓഫ് ഹൗദിനി എന്ന് പറയുന്നുണ്ട്. ഞാനും എഴുതും, കാരണം എനിക്കൊന്നും മറച്ചു വെക്കേണ്ടതോ കൊണ്ടുപോകേണ്ടതോ ഒന്നുമില്ല. നമ്മൾ മാജിക്കൽ രംഗത്ത് എന്ത് പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടെത്തി, ഈ കണ്ടെത്തിയത് പുതിയ തലമുറയ്ക്ക് കൈമാറാനുള്ളതാണ്.